സതീന നമസ്തേ. നമസ്തേ. നമുക്ക് ഇന്നിച്ചിരി രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാം. അതിനെന്താ എല്ലാം നമുക്കുള്ളതന്നെയായിരുന്നു. നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് ആണ് നമ്മുടെ വിഷയം. രാഷ്ട്രത്തിനും ഭരണാധികാരികൾക്ക് നീതിക്കെതിരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭരണകാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല എന്നാണ് നമ്മുടെ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ അതിലേക്ക് വരിച്ചിട്ടുണ്ട്. നിയമസഭയിലൊക്കെ നടന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ ഭരണഘടനയാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. സുപ്രീം കോടതി നിയമങ്ങളാണെങ്കിലും ഭരിക്കുന്ന ഗവൺമെന്റ് എങ്ങനെ ഭരിക്കണമെന്നുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിലാണെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ്. പക്ഷേ സത്യനേട്ടനിടയ്ക്ക് ഭാരത ഭരണഘടന എന്ന് പറയുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കണം. അതാണ് ഒന്നത്. ഭാരത ഭരണഘടന എന്ന് പറയുന്നത് പ്രകൃതിയുടെ സാർവലൗകിക സ്വഭാവത്തെ ഉൾക്കൊണ്ട അത് ആചാര്യന്മാരെഴുതി ഉണ്ടാക്കിയതാണ്. ഈ ഭൗതികത്തിൽ മാത്രം നിൽക്കുന്ന അംബേദ്കറെ പോലെയുള്ളവർ എഴുതി ഉണ്ടാക്കിയതല്ല. ആചാര്യന്മാർ കണ്ടെത്തിയതാണ്. ഇത് ചുമ്മാ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കുന്ന കുറെ പേര്. അത് അല്ല ശരി. പ്രകൃതിയെ ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടന. അപ്പോൾ ഭാരതീയ ആചാര്യന്മാർ ഭരണഘടന ഉണ്ടാക്കി അല്ലെങ്കിൽ കണ്ടെത്തി എന്ന് പറയുന്നെങ്കിലും അത് ഭാരതത്തിന് മാത്രമല്ല. ഭാരതം ലോകത്തിന് നൽകിയ ഭരണഘടനയാണ്. അത് ഭാതി സർവശാസ്ത്രേഷു രതി സർവേഷു ജന്തുഷു താരണം സർവലോകേഷു തേന ഭാരതമുച്യതേ. അതാണ് ഈ 4 വരിയിലാണ് അതിന് ഒതുക്കിയിരിക്കുന്ന ശ്ലോകം. പ്രമാണമാണ്. എന്ന് പറഞ്ഞാൽ ഭാതി സർവശാസ്ത്രേഷു, സർവശാസ്ത്രങ്ങളെയും പ്രകാശിപ്പിക്കണമെന്ന്. രതി സർവേഷു ജന്തുഷു, സകല പ്രാണികളെയും സന്തോഷിപ്പിക്കണമെന്ന്. താരണം സർവലോകേഷു, സകല ലോകങ്ങളെയും സംരക്ഷിക്കണമെന്ന്. തേന ഭാരതമുച്യതേ, ഭാരതം അതുപോലെ ആയിരുന്നത് കൊണ്ടാണ് ഈ ശ്ലോകത്തിലൂടെ ഭാരതം എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറത്ത് ലോകത്താർക്കും ഒന്നും കണ്ടെത്താനില്ല. കാരണം ഇത് പൂർണ്ണമായിട്ടും പ്രകൃതിയെ ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ്. സർവശാസ്ത്രങ്ങളെയും പ്രകാശിപ്പിക്കുക, സർവ പ്രാണികളെയും സന്തോഷിപ്പിക്കുക, സകല ലോകങ്ങളെയും രക്ഷിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഈ ലിഖിത ഭരണഘടനയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതെ. അതായത് ഡോക്ടർ അംബേദ്കർ എഴുതി ചേർത്ത് ഭരണഘടന. അതെ. അപ്പോൾ ഈ ഭാരത ഭരണഘടന എന്ന് സത്യം ഉദ്ദേശിക്കുന്നതിന് ലിഖിതമായ ഒരു ഇതുണ്ടോ? ഉണ്ട്. ഉണ്ട്. അതിന്റെ കാലപ്പഴക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടെത്തിയിട്ട് തന്നെ 6200 വർഷങ്ങൾക്ക് മുൻപാണെന്ന് കണ്ടെത്തിയത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് അല്ലെ വിദേശീയർ ഇവിടെ വരുന്നതിന് ഒക്കെ ഏറെ മുൻപ് തന്നെയാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം, അംബേദ്കറെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഭരണഘടന വായിക്കുകയോ കാണാപ്പാടം പഠിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിപ്പോൾ 55 വയസ്സാകുന്നു. ഞാൻ ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഞാൻ ജീവിച്ച ഇത്രയും നാൾ ഇതുവരെ കണ്ടത് ഭരണഘടനയിലൂടെയാണെങ്കിൽ ഒരു പച്ചക്കറി കടയിൽ നമ്മൾ സാധനം മേടിക്കാൻ ചെല്ലുന്ന ലിസ്റ്റിന്റെ പോലും മൂല്യം അതിന് ഞാൻ കൊടുക്കത്തില്ല. കാരണം ഞാൻ പ്രകൃതി ഉപാസകനാണ്. പ്രകൃതിയുമായി എനിക്കൊരു ധാരണയുണ്ട്. അതിലൂടെ നോക്കുമ്പോൾ ഇവിടെ ചെയ്യുന്ന മുഴുവൻ തെറ്റാണ്. ഇന്നിപ്പോൾ ഈ നിയമസഭയിലെ വിനോയ് പറഞ്ഞു, അതിന്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ന്യൂനപക്ഷം എന്നൊരു പ്രയോഗമാണ് ഇതിനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. മനുഷ്യരെ കാണുന്നില്ല. ഇപ്പം സകല പ്രാണികളെയും സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ ഇപ്പം ഒരു 7 അയലത്ത് പോലും എന്ന് പറയാൻ പറ്റും വരുന്നില്ല ഈ ഭരണഘടന. ഇവിടെ യാതൊന്നിനും ഭേദമില്ല. സകല ജീവികളെയും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആ രീതിയിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതിന് പകരം ഭൂരിപക്ഷം, ന്യൂനപക്ഷം എന്ന് തരംതിരിക്കുമ്പം തന്നെ അതെന്തുമാത്രം ദുരന്തമാണ് ഭാവിയിൽ ഉണ്ടാക്കി വെക്കുന്നത്. ഇതൊക്കെ ഒരു ഭരണഘടന ചെയ്തത് തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ന്യൂനപക്ഷം പ്രശ്നമാണ് ഇത് ഇത്രയും വലുതാക്കി എന്ന് പറഞ്ഞല്ലോ. അതെ.
അപ്പോൾ അത് എന്താണ് സജാൻ ഉദ്ദേശിക്കുന്നത്? അതിൽ ഏത് സംഭവമാണ്? ഇതിനകത്ത് കൂടുതലും ജാതീയ മതമൊക്കെ തന്നെയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ നിയമസഭയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. അപ്പൊ ജനപ്രതിനിധി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് മറ്റ് കക്ഷികൾ ബഹളം കൂട്ടി ആണ് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോയത്. അപ്പൊ അത് ന്യൂനപക്ഷ പരമായ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്. എല്ലാ രാഷ്ട്രീയക്കാരും മതേതരത്വം അതെല്ലാം പറയുന്നുണ്ട്. മതേതരത്വത്തെ നമ്മൾ സംരക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം. ഇതെല്ലാം വെറും പൊള്ളയായ സംസാരങ്ങളാണ്. അങ്ങനെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ പ്രശ്നം പ്രാദേശിക പാർട്ടികൾ തന്നെ എന്നും. അത് ഭരണഘടനയുടെ കഴിവില്ലായ്മയാണ്. എന്തിനാണ് ഇങ്ങനെ പ്രാദേശിക പാർട്ടികൾ രൂപം കൊണ്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടിരിക്കണം. അത്ര ദീർഘവീക്ഷണമുള്ളവർ വേണം ഇതൊക്കെ എഴുതി ഉണ്ടാക്കാൻ. ഇതൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി എന്ന് പറയുന്നതല്ലല്ലോ. ആചാര്യന്മാർ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ, രാഷ്ട്രീയ കക്ഷികളുടെ എണ്ണം, ഘടകകക്ഷികളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പൊ അതുകൊണ്ടാണോ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഉദ്ദേശം? അതോ എവിടെയെങ്കിലും ന്യൂനപക്ഷം തന്നെ ഇതിനകത്തുള്ളത്. ന്യൂനപക്ഷമാണ്. അതിനെ തെറ്റാണെങ്കിൽ പോലും അതിനെ സംരക്ഷിക്കാൻ മറ്റുള്ളവർ ബോധപൂർവം ശ്രമിക്കുക, അല്ല പക്ഷം ചേരുക ചെയ്യുന്നത്. ഇതിനെല്ലാം തിരിച്ചറിയാനും അതിനെ അതിജീവിക്കാനും കൂടി കഴിവുള്ളതാണ് ജനാധിപത്യം എന്ന പ്രയോഗം. പക്ഷെ ഈ ജനാധിപത്യം എന്താണെന്ന് ഇവിടെ ഭരിക്കുന്ന കോടതികൾക്കും അറിയത്തില്ല, ഭരണഘടനയിലുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതെന്നല്ലാതെ ഇത്രയും വർഷങ്ങളായിട്ടും അതിന്റെ പ്രായോഗികമായിട്ടുള്ള കാര്യം കൃത്യമല്ല. പിന്നെ ഇപ്പൊ ഈ പറയുന്ന മന്ത്രിക്കെതിരെയുള്ള ആരോപണം, ഇത് എത്രയോ മുൻപ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഭരണഘടനയിലൂടെ പോകുന്ന കോടതി ആയിരുന്നു അതെങ്കിൽ, അല്ലെങ്കിൽ ഭരണഘടന ഇതിനൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വരത്തില്ല. അപ്പൊ ഹൈക്കോടതിയുടെ കഴിവുകേട്. ഹൈക്കോടതിക്ക് അങ്ങനെ ഒരു കഴിവുകേട് ഉണ്ടാകണമെങ്കിൽ ഭരണഘടനയ്ക്കും ഉണ്ടാകണം. ഇതൊരു രണ്ട് വഴിക്ക് പോകാനുള്ളതല്ല. ജനാധിപത്യ മര്യാദകൾ പാലിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു കോടതിയാണെങ്കിൽ അന്ന് ഇത്രയും ഇങ്ങനെയുള്ള ഒരു മന്ത്രിക്കെതിരെയുള്ള ഒരു ആരോപണം അത് ശരിയാണോ എന്ന് ആരും പരാതിപ്പെടുകയൊന്നും വേണ്ട. സ്വമേധയാ അന്വേഷിച്ച് വിവരം ബോധ്യപ്പെട്ട് ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം ഹൈക്കോടതിക്ക് ഉണ്ടായിരുന്നു. അത് ഏതൊരു സാമാന്യ മനുഷ്യനും സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. എന്തുകൊണ്ട് ചെയ്തില്ല? ഇപ്പത്തേണ്ടേ വെറും തരം താന്ന മനുഷ്യർ ചെയ്യുന്നതിൽ കഷ്ടമായിട്ട് കടിച്ചു പറയും, ഇടി അടിയും മേശപ്പുറത്ത് മുണ്ടും മടക്കി കുത്തിക്കയറി എന്ന് തോന്നിയാസം കാണിക്കുക. ഇവിടെ വരെ കൊണ്ടെത്തിച്ചതും ഈ പറയുന്ന കോടതികളും അവർ പറയുന്ന ജനാധിപത്യവും ഈ ഭരണഘടനയും തന്നെയാണ്. നമ്മുടെ ഈ ഇവിടെ ഭരിക്കുന്നവർ ന്യൂനപക്ഷമാണ്, ഭരിക്കപ്പെടുന്നവർ ഭൂരിപക്ഷവും. അപ്പൊ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ന്യൂനപക്ഷം തെറ്റ് ചെയ്യുമ്പോൾ ഭൂരിപക്ഷം അത് അനുഭവിക്കുകയും ചെയ്യുന്നു. അതെ, അത് ഭരണഘടനയുടെ കഴിവുകളാണ്. കാരണം മനുഷ്യരായിട്ടാണ് കാണേണ്ട, ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നും അല്ല ഇവിടെ. അതുകൊണ്ടല്ല ആചാര്യന്മാർ സകല പ്രാണികളെയും സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ന്യൂനപക്ഷത്തിന്റെ ആസ്തി കൊണ്ട് ഭൂരിപക്ഷത്തെ ഇവർക്ക് കാൽക്കീഴിലാക്കാൻ പറ്റും. ഇത് കുറെ കൂടെ കഴിയുമ്പോഴോ വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു മാറ്റം വേണമെങ്കിൽ ഭരണഘടനയിൽ നിന്ന് തന്നെ. ഭരണഘടനയിൽ ഇനി ഒന്നുമില്ല. ഭരണഘടനയ്ക്ക് എന്നാ ഇരിക്കുന്നു? ഭരണഘടന മാറ്റണമെന്നാണ് ഹുസൈന്റെ അഭിപ്രായം. ഭരണഘടന മാറണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഭരണഘടന മാറണമെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭരണഘടന മാറണമെങ്കിൽ ഭാരത സംസ്കാരത്തെ തിരിച്ചറിയണം. അന്ന് എഴുതി ഉണ്ടാക്കിയവരും അത് തിരിച്ചറിയുന്നില്ലായിരുന്നു. ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല. കാരണം ഇതിനെ അതിജീവിക്കുന്ന ഒരു ഭരണഘടന ഒരു ലോകത്തും ഉണ്ടാകത്തില്ല. ഇപ്പൊ ഭാരത സംസ്കാരത്തെ നമ്മൾ കുറച്ചു പേരല്ലേ അതിനെ മനസ്സിലാക്കുന്നുള്ളൂ. ഭാരത സംസ്കാരത്തിന്റെ ഇതിൽ നിന്ന് ഒരു ഭരണഘടന ഉണ്ടാകുന്നുവെന്നും അതാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുക എന്നും നമ്മൾ കുറച്ചു പേർ മാത്രം മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു രാഷ്ട്രത്തിലെ ഭൂരിപക്ഷം ആളുകൾ മനസ്സിലാക്കുകയും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അത് എങ്ങനെ എപ്രകാരം സാധിക്കും എന്നുള്ള വിദൂരമായ ഒരു ലക്ഷ്യം മാത്രമാണ് നമുക്ക്. വിദൂരമായ ലക്ഷ്യമല്ല, സമീപകാല ലക്ഷ്യം തന്നെ. തീർച്ചയായിട്ടും.
കാര്യം മാറിയില്ലെങ്കിൽ മാറ്റാനുള്ളവർ വരും. അതല്ലേ പ്രകൃതി ചെയ്യിക്കും. കാരണം ഇത് മുഴുവൻ പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഞാൻ പറയും ജനപ്രതിനിധി എന്ന് പറയുന്നു. ജനപ്രതിനിധി എന്നതിന്റെ നിർവചനം ഈ കോടതിയൊക്കെ ബോധ്യപ്പെടുകയായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിക്കുകയല്ലോ. കാരണം ഒരു ജനപ്രതിനിധിക്കെതിരെയാണ് ഇങ്ങനൊരു ആരോപണം ഉണ്ടായത്. അപ്പൊ കണ്ടോ, ഇത് ഒരു വിഭാഗം ആൾക്കാർ വെറും തൊഴിലാളികൾ എന്ന നിലയ്ക്ക് ഓരോ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അന്നേരത്തെ ഒരു ഇത് വെച്ച് അങ്ങ് പറയുന്നു. അല്ലാതെ ഇവർക്ക് എന്ത് കാഴ്ചപ്പാട്? ഇതൊരു രാഷ്ട്രത്തിന്റെ മാത്രം പ്രശ്നമല്ല. ലോകത്തൊരിടത്തും ഒരു രാഷ്ട്രവും ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് സകല രോഗങ്ങളെയും സംരക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയും വിശാലമായ അതാണ് ശരിക്കും ജനാധിപത്യം എന്ന് പറയുന്നത്. ഇതല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആധ്യാത്മിക സാംസ്കാരിക സംസ്കാരമല്ലേ, അതുള്ളവർക്ക് ഇത് പാടുള്ളൂ. അവർക്ക് ഇത് തിരിച്ചറിയാനും പറ്റും. ഇപ്പൊ ഇവിടെ നിയമസഭയിൽ ഈ നടന്ന സംഭവം കമ്മ്യൂണിസ്റ്റുകാരെയോ കോൺഗ്രസ്സുകാരെയോ അല്ല കേരള കോൺഗ്രസ്സുകാരെയോ മറ്റുള്ളവരെ മാത്രമല്ലല്ലോ ബാധിച്ചത്. അങ്ങനെ ഏതെങ്കിലും കോടതിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഇതൊരു കേരള സംസ്ഥാനത്തെ മാത്രമല്ല, രാഷ്ട്രത്തെ തന്നെ രാഷ്ട്രത്തിന്റെ അതിരുകൾ കടന്നും ബാധിച്ചിരിക്കുന്നു. അതിന് ഏത് കോടതിക്കും അല്ലെങ്കിൽ ഭരണഘടനയ്ക്കും അതിന് അധികാരമുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളെ എന്നെ പോലും നിഷേധിക്കുന്നു, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. എനിക്കെതിരെ പരോക്ഷമായി വിധിക്കുക, അതിന് ഇവർക്ക് എന്ത് അധികാരം ഇരിക്കുന്നു? അത് തിരിച്ചറിയണമെങ്കിൽ പ്രകൃതി എന്താണെന്നും പ്രകൃതി മനുഷ്യരുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ഒക്കെ തിരിച്ചറിയണം. ഇതെല്ലാം ചേർന്ന ഭാരത സംസ്കാരം. അതുകൊണ്ട് എന്നും ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ കാരണം ഇത് തന്നെയാണ്. ഇപ്പം നിസ്സാര കാര്യമൊന്നുമല്ല. ഇപ്പൊ ഈ പുകയില പ്രശ്നങ്ങളും മദ്യപാന പ്രശ്നങ്ങളും ഒക്കെ വരുന്നല്ലോ. ഈ ഭരണഘടനയിൽ കൃത്യമായ ഒരു നിയമം ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആ നിയമം പ്രയോഗിക്കേണ്ടതല്ലേ. അന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 10 കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് 10,000 ആണല്ലോ ഉള്ളത്. എന്നിട്ട് ഓരോ കാലങ്ങളിൽ ചെല്ലുമ്പോൾ ഇവർ പറയുന്ന അങ്ങനെ പറ്റുകയല്ല, തൊഴിലാളികൾ. അത് എന്തൊരു വിവരക്കേടാ പറയുന്നത്. ഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ വിഷം കുടിപ്പിച്ച് അതാ പറയുന്നത്. പുകവലി ഇത്ര ദ്രോഹകരമാണെങ്കിൽ എന്തിനിത് ഉൽപ്പാദിപ്പിക്കുന്നു? ഇന്ന് വരെ ഈ പുകയില നിർമ്മാണ സ്ഥാപനത്തിന്റെ നോട് നേരെ നിന്ന് ഒരു സുപ്രീം കോടതിക്കോ അല്ലെ ഒരു പ്രധാനമന്ത്രിക്കോ ഒരു പ്രസിഡന്റിനോ ഒന്നും ഇന്ന് വരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. നട്ടലുണ്ടായിട്ടില്ല. ഇവര് കൊണ്ടുവരുന്ന ഒരേ ഒരു കഠിന നിയമം ഹെൽമെറ്റ് ധരിക്കണം. ഇതെല്ലാം വെറുതെ. ഇതെല്ലാം വെറുതെ. ഒരാൾ വണ്ടി ഓടിച്ചാലും ഇല്ലേലും ആ ആളുടെ ജനനവും മരണവും ഇതെല്ലാം എഴുതപ്പെട്ട് കഴിഞ്ഞതാണ്. ഹെൽമെറ്റ് ധരിച്ച് ജീവൻ രക്ഷിക്കുക എന്നുള്ള, ഹെൽമെറ്റ് ധരിച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? കഴുത്തിന് മുകളിലോട്ടുള്ളത് മാത്രമേ സംരക്ഷിക്കപ്പെടത്തുള്ളൂ. അങ്ങനെ തളർന്ന് വർഷങ്ങളായിട്ട് കിടക്കുന്ന എത്രയോ പേരുണ്ട്. ഇതെല്ലാം വെറുതെ. ഒന്നാമത്തെ കാര്യം ചിന്താശേഷി ഇല്ല. പിന്നെ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ. ആ തിരിച്ചറിവില്ല. പിന്നെ ഇത് കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുന്നു, അറിവിന് വേണ്ടി അല്ല. ഇതൊക്കെ തന്നെ ഇതിന്റെ പ്രധാന പ്രശ്നം. ഇന്നത്തെ നമ്മുടെ യുവ തലമുറ നാശത്തിലേക്ക് പോകുന്നു എന്നാണ്. അല്ല, നാശത്തിലേക്ക് പോകുന്നല്ല, ഇവരെല്ലാം കൊണ്ടുപോവുക. തലമുറയെ വഴി തെറ്റിക്കാല്ലേ. മാറി മാറി വരുന്ന തലമുറകളെ ഉൾക്കൊണ്ട് അവർ എന്താണ് അടിസ്ഥാനപരമായി അറിയേണ്ടതെന്നും ഭരണഘടനയാണ് വ്യവസ്ഥ ചെയ്യേണ്ടത്. അതൊന്നും ഇവിടെ ഇല്ല. കുറെ പേര് വിദേശത്ത് പോയി, അല്ലെങ്കിൽ കുറെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞ് കുറെ സാമ്പത്തിക ഭദ്രതയെല്ലാം നേടിക്കഴിഞ്ഞിട്ട് അവർ കുറെ പദ്ധതികളുമായിട്ട് വരുന്നു, അത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ചേർക്കുന്നു. ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. അല്ലാതെ ശരിയായ ഒരു വഴിയും കാണുന്നില്ല. അപ്പൊ മുകളിൽ നിന്ന് മാറ്റം ഉണ്ടായാലേ ഇതിനൊക്കെ മാറ്റം ഉണ്ടായാലും, അല്ലെങ്കിൽ മുകളിലുള്ളത് മിണ്ടായിരിക്കണം. അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നേ പറയരുത്. ഇതിലെ സ്വാഭാവികത എന്താണ്? ഇപ്പൊ ഒരു വലിയ ഒരു ജലാശയത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ, ചെറിയൊരു കുളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ, രണ്ടും ജലത്തിലാണ് ജീവിക്കുന്ന. അവരവരുടേതായ രീതിയിൽ. കരയിൽ വന്ന് മത്സ്യം ഒരിക്കലും ജീവിക്കുന്നില്ല, ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ പ്രകൃതി വ്യവസ്ഥ ചെയ്തിരിക്കുന്ന
നൂറ് കാര്യങ്ങളുണ്ട്. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ ചെയ്യുന്നതൊന്നും പ്രയോജനപ്പെടുന്നതല്ല. പിന്നെ എപ്പോഴും പറയാം ഇങ്ങനെയുണ്ട് ഒരു കാര്യം, അത് വ്യവസ്ഥ ചെയ്യുന്ന ഇന്നത. പക്ഷെ ഇത് എവിടെ പ്രയോഗിച്ച് കാണുന്നു? ഇതിനെല്ലാം എതിർഫലങ്ങൾ മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. ഒരാൾക്ക് നോക്കാം, പക്ഷെ മറ്റൊരാളത് കാണരുത്. അല്ല നോക്കാതിരിക്കരുത്. പക്ഷെ നോക്കിയാലും കണ്ടാലും എന്താണ് പ്രശ്നം? ഒരാൾക്ക് ഉൽപ്പാദിപ്പിക്കാം, മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് തന്നെയല്ല ഏറ്റവും നികൃഷ്ടമായ ഒരു കാര്യം ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ നമ്മള് പിടിച്ചുപറി, കൊലപാതകം ഇങ്ങനെയൊക്കെ പറയുകയല്ലേ, മോഷണം എന്നൊക്കെ. അതിനേക്കാൾ നികൃഷ്ടമായ കാര്യങ്ങളെ ഇപ്പൊ ഈ പോലീസുകാരെയൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്നത്. വാഹനങ്ങളിലൊക്കെ നിന്നുകൊണ്ടേ ഇവരെന്തിന് ഒരാൾ സ്വന്തമായിട്ട് സിഗരറ്റ് ഉണ്ടാക്കി വലിക്കുന്നില്ല ഇവിടെ. ഇല്ല. അത് ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിന് മുമ്പും അങ്ങനെ തന്നെയാ, എഴുതി കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ഇത് ദ്രോഹകരമാണ്, അല്ല ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിനെ അന്നേരം നിരോധിക്കാമല്ലോ. ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല, വാങ്ങാനും പാടില്ലല്ലോ. ഇത് ഉൽപ്പാദിപ്പിക്കാം, ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടരെ സൂചിപ്പിക്കാം. ഉൽപ്പാദിപ്പിക്കുന്നവൻ നിസ്സാരക്കാരനല്ല, അതിന് ആസ്തിയുള്ളവനാണ്. ഇത് വാങ്ങി വിതരണം നടത്തുന്നവനും ആസ്തിയുള്ളവനാണ്. ഏറ്റവും താഴത്തെ തട്ടിലുള്ളവരാ മേടിച്ച് ഉപയോഗിക്കുന്നത്. അവന്റെ പുറത്തോട്ടാ ഇതെല്ലാം കൂടെ. ഇതിനൊന്നും ഭരണഘടനയൊന്നും പറയാൻ പറ്റില്ല. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് ദുരന്ത ഘടനകളിൽപ്പെട്ടതാണ്. അതെങ്ങനെ ഭരണഘടനയാവുന്നു? മദ്യം ഉപയോഗിക്കാൻ പാടില്ല, അത് വിഷമാണെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആചാര്യന്മാരെ പിന്താങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരാ ഇതിന്റെ ഏജന്റുമാരായിട്ട് നിൽക്കുന്നത്. അത് വേറൊരു കാര്യമാണ്. അവരാരും ഇതിന്റെ നല്ല ഉദ്ദേശം കണക്കിലെടുത്തുകൊണ്ടല്ല. അവർക്ക് അവരുടെ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള കണക്കുകൂട്ടലേ ഉള്ളൂ. എന്നാൽ ശരിയായ ഭരണഘടനയാണെങ്കിൽ അവരെയും നിലയ്ക്ക് നിർത്താൻ പറ്റും. ഏത് വിഷയം നമ്മുടെ ഭരണഘടനയിലേക്കാണ് പോകുന്നത്. ഏത് വിഷയം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഭരണഘടന ഉണ്ടെന്ന് പറയപ്പെട്ടു പോയാൽ അതിലേക്ക് തന്നെ ഇതെല്ലാം ചെല്ലേണ്ടത്. സത്യം ഞാൻ മുമ്പേ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. നമ്മള് വിദൂരമായ ഒരു ലക്ഷ്യമല്ലേ ഭരണഘടന മാറ്റുക എന്നുള്ളത്. അതെ. അപ്പം പറഞ്ഞു അത് സമീപകാല ലക്ഷ്യം തന്നെയാണ്. അതപ്പോ എപ്രകാരം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും? അത് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനുവേണ്ടി തലമുറ തയ്യാറായിക്കൊണ്ടിരിക്കുക, ബോധവാന്മാരായിക്കൊണ്ടിരിക്കുക. അത് പ്രകൃതി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും മാറും. ഇന്നത്തെ ഈ പഴഞ്ചൻ ന്യായങ്ങളും ഇതെല്ലാം മാറിപ്പോകും. അവർ നല്ല ധർമ്മബോധം ഉള്ളവരും കാഴ്ചശക്തി ഉള്ളവരും ദീർഘവീക്ഷണം ഉള്ളവരുമാണ്. അവർ വിചാരിച്ചാൽ സാധിക്കും. അതിന്റെ തുടക്കങ്ങൾ ആയി എന്ന് തന്നെ പറയാം. അതിനാരെങ്കിലും നേതൃത്വം കൊടുക്കണ്ടേ? നേതൃത്വം നടന്നുകൊണ്ടിരിക്കുക. ഇത് വെറുതെയാ. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ശരിയായിട്ടല്ല എങ്കിൽ ഏറ്റവും പ്രശ്നഭൂമിയായി തീരുന്ന ഭാരതമാണ്. കാരണം ഭാരതത്തിന്റെ അടിസ്ഥാന സംസ്കാരവുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല ഇതൊന്നും. ഇപ്പം സകല ശാസ്ത്രങ്ങളെയും പ്രകാശിപ്പിക്കുക എന്നൊരു ഭാരതത്തിലെ ശാസ്ത്രങ്ങളെന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ശാസ്ത്രങ്ങളും, സകല പ്രാണികളെയും സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല പ്രാണികളെയും സന്തോഷിപ്പിക്കുക എന്ന് തന്നെയാണ്. സകല ലോകങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തെ മാത്രമെന്നല്ല. ഇതിന്റെ മുന്നിൽ വലിയ ആനയുടെ മുന്നിൽ ഒരു കൊതുക് പോയി നിൽക്കുന്ന പോലെയാണ് ഈ ഭരണഘടന ഇവിടെ നിൽക്കുന്നത്. ഭാരതീയ ആചാര്യന്മാരെയും അവര് ലോകത്തിന് നൽകിയ ഭരണഘടനയും വെച്ച് നോക്കും. ഞാൻ അത് മാത്രമേ നോക്കുന്നുള്ളൂ. ഒരു സംശയം ഇടയ്ക്ക് കയറി വന്നത്, അതായത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഭാരത ഭരണഘടന. അപ്പൊ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം എന്ന രണ്ട് പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പാന്നും ചിറ്റപ്പാന്നും വിളിക്കുന്ന പോലെ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വിഭാഗത്തെ സൂചിപ്പിക്കണമെങ്കിൽ ഇത് വേണം. പിന്നെ ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം പറയാം. ഭാരതം എന്ന് ഒരാൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ആ ശബ്ദം തുടങ്ങുന്നത് മുതൽ പുറത്തേക്ക് വന്ന് ആ ശബ്ദത്തെ പറയുന്നയാൾ തിരിച്ചറിയുന്നത് വരെ ഉണ്ടാകുന്ന ആ ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അഹങ്കാരവും ദുരഭിമാനവും മാത്രം ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. അതാണ് ഈ രാജ്യത്തിന്റെ പതനവും. അതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളിലൊന്നും രേഖകളിലൊന്നും നമ്മൾ ഇന്ത്യ എന്ന് ഉപയോഗിക്കും, നമ്മൾ ഭാരതം എന്ന് തന്നെ ഉപയോഗിക്കത്തുള്ളൂ. ചുമ്മാ പറയുന്നില്ല. ഇത് ആരാണ്ട് വന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്താ ഇതെല്ലാം പോകുന്നത്. അതങ്ങ് ഒഴിയേക്കുക.
ഓരോരുത്തർ കോട്ടി സൂട്ടും ഒക്കെ ഇട്ടിരുന്നേ. ഇതിനകത്ത് നമുക്ക് മുൻപുള്ളവരും എല്ലാം ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. ഗവൺമെന്റ് പിന്നെ കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റിന്റെ പദ്ധതികളിൽ ഇതെല്ലാം ഇന്ത്യ എന്നാണ് ഔദ്യോഗിക നാമം കൊടുക്കുന്നത്. ഭാരതം എന്ന് ഒരിടത്തും പറഞ്ഞു കേൾക്കാറില്ല. ഭാരതം എന്ന് പറയുന്നത് അപൂർവം ചില അവസരങ്ങളിൽ മാത്രം. അതെന്നാന്നറിയോ, അത്രയ്ക്ക് സാംസ്കാരിക ബോധമുള്ളവരെ അത് പറയത്തുള്ളൂ, അല്ലാത്തവൻ പറയത്തില്ല. അതല്ല ഞാൻ മുമ്പേ പറഞ്ഞത്, മാർക്ക് കൂടുതൽ കിട്ടി ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ നിൽക്കുന്ന മണ്ണിന്റെ സംസ്കാരം അവിടെ വരുന്നില്ല. അത് അറിവേ ആകുന്നുള്ളൂ, മാർക്ക് കിട്ടുകയില്ല. അങ്ങനെ പഠിച്ചു വരുന്നവരല്ല ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരല്ല. ഇപ്പൊ ഇന്ന് ഒരാള് ഒരു ഇലയുടെ തുമ്പ് നുള്ളി കളയുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് അതിന് നിയമം ഉണ്ടാക്കി വെക്കുകയാണ്. അല്ല, ജപ്പാനിൽ അങ്ങനെ ചെയ്തിരുന്നു, അമേരിക്കയിൽ അങ്ങനെ ചെയ്തിരുന്നു, അതുകൊണ്ട് ഇവിടെയും അങ്ങനെ ആകാം. പല കേസുകളും അങ്ങനെയുണ്ട്, ഉദാഹരണം പത്രങ്ങളിലൊക്കെ വരുന്നില്ലേ. പക്ഷെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴും ഇവിടുത്തെ ഭരണഘടന എന്താണെന്നുള്ള പിന്നെയും വരുന്നത്. ഇവിടുത്തെ ഭരണഘടന എന്താണ് വ്യവസ്ഥ ചെയ്യുന്നത്. പിന്നെ അമേരിക്കയിൽ ഒരാൾ ഒരു കാര്യം ചെയ്തു, അതേ മാനസിക ഭാവത്തോടെ അല്ലല്ലോ ഇവിടെ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്ന ഈ അടുത്ത കാലത്ത് നടന്ന നിയമസഭയിൽ നടന്ന ഒരു സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിലായിരുന്നു. അതെ. അപ്പോൾ അത് എന്ത് നടപടിയാണ് അതിനെപ്പറ്റി സത്യഞ്ഞന്റെ മനസ്സിലുള്ളത്? അതായത് എന്ത് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമായിരുന്നു ഗവൺമെന്റ് എന്നാണ് സത്യഞ്ഞൻ? ഗവൺമെന്റ് ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്താണ് അവിടെ? ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് തക്ക ശക്തമായ എന്തെങ്കിലും ഒരു കാര്യത്തെ ബേസ് ചെയ്തായിരിക്കണമല്ലോ ചെയ്യേണ്ടി വരുന്നത്. അതെന്താ ഇവിടെയുള്ളത്? ഇങ്ങനെ വരുന്നിടത്താണ് ഭരണഘടന വേണ്ടത്. പക്ഷെ ഭരണഘടന കാരണം ഈ കണ്ട ജനങ്ങൾക്കെല്ലാം ഇവന്മാരെല്ലാം അടിച്ച് പുറത്താക്കാനുള്ള ദേഷ്യവും വൈരാഗ്യവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവൻ അതുപോലെ ഉള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഇത് വേറൊരു കാര്യമുണ്ട്. ഒരു ജനപ്രതിനിധി എന്നൊക്കെ പറയുന്നതല്ലാതെ നിയമപരമായിട്ട് ആ ജനപ്രതിനിധിയെ ഏത് രീതിയിലാണ് ഇവർ നിർവചിച്ചിരിക്കുന്നത് എന്നൊന്നും ഇവിടെ വ്യക്തമല്ല. പറയുമ്പോൾ ജനപ്രതിനിധിയാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധി പ്രകടിപ്പിക്കേണ്ട ചില യോഗ്യതകളുണ്ട്. അങ്ങനെ ഒരു ജനപ്രതിനിധി യോഗ്യതകൾ പ്രകടിപ്പിക്കണമെങ്കിൽ ആ ജനപ്രതിനിധിയുടെ നേർക്ക് കയറായി ചൂണ്ടുന്ന ഒരു ഘടന ഉണ്ടായിരിക്കണം. അതാണ് ഭരണഘടന എന്ന് പറയുന്നത്. അതൊന്നും ഇവിടെ ഇല്ല, അങ്ങനെ വരുന്നില്ല. കാരണം ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല. പല സ്റ്റേറ്റുകളിലും കേന്ദ്രത്തിലും എല്ലാം ഇത് സംഭവിച്ചിട്ടുള്ളതല്ലേ. ആർക്കെങ്കിലും ഒരു സുപ്രീം കോടതിക്കാണല്ലോ അതിന് ചൂണ്ടിക്കാട്ടി കൃത്യമായ നിർവചനം നൽകിക്കൊണ്ട് ശിക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഈ വോട്ട് ചെയ്യുന്ന ജനം തന്നെയാണ് ഇനി ഇത് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഈ കോടതിക്കൊന്നും പ്രസക്തി ഇല്ലാതെ പോകും. നല്ല യുക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ളവരിൽ നിന്ന് അന്നേരം അതിനുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. അത് ഇനി ഇവിടെ നടക്കും. കോടതിയിൽ തന്നെ ഒരു കേസ് പോയാൽ എത്ര കാലാവധി കഴിഞ്ഞാണ് അത് തീർപ്പാകുന്നത്? അതെന്തുകൊണ്ടാ? അപ്പൊ പലപ്പോഴും കുറ്റവാളികളുടെ അത്രയും ധർമ്മബോധമോ യുക്തിയോ പോലും കോടതികളിൽ വിധിക്കുന്നവർക്കോ വാദിക്കുന്നവർക്കോ ഇല്ലാതെ വരുന്നു. അതും ഭരണഘടനയുടെ കുറ്റം തന്നെയാണ്. എന്തിനും ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിന്, ഇപ്പൊ ഞാൻ പറയും, ഒരു തെങ്ങിന് തടവെടുക്കുന്ന ഒരാൾ ആളെങ്ങും പോയി പഠിക്കുന്നതല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ആൾക്ക് ഒരു തെങ്ങിന് തടവെടുത്ത് കഴിഞ്ഞാൽ അതിൽ വളം ചെയ്ത് കഴിയുമ്പോൾ ആ തെങ്ങിനുണ്ടാകേണ്ട ഗുണങ്ങൾ ഇതെല്ലാം ഈ ആളുകളുടെ ഉള്ളിൽ നിന്നും ഭരണഘടന ഇരിപ്പുണ്ട് സൂക്ഷ്മമായിട്ട്. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന അനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയിൽ നിന്നുള്ളതാണ്. കാരണം അത് തെങ്ങിന് ഗുണം ചെയ്യണം, ചെയ്യുന്ന പ്രവൃത്തിക്ക് നല്ല ഫലം ഉണ്ടാകണം. ഇത് കുറെ പേര് കുത്തിയിരുന്ന് ഏണ്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്നല്ലാതെ ഇത്രയും വർഷം കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജനിക്കുന്നതിന് മുമ്പാ ഭരണഘടന എഴുതിയത്. എനിക്ക് 55 വയസ്സായി. ഇപ്പൊ ഇത്രയും നാൾ കൊണ്ട് ഇവിടെ ഒന്നും ഇതൊന്നും നടപ്പിലായി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പ്രകൃതി നൽകിയ ബോധത്തെ വെച്ചുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഇതൊന്നും ഒരിടത്തും മാറ്റി ചെയ്യുന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെ അംഗീകരിക്കാനും പറ്റത്തില്ല. അതാണ് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. സകല ശാസ്ത്രങ്ങളെയും പ്രകാശിപ്പിക്കുക, സർവ്വപ്രാണികളെയും സന്തോഷിപ്പിക്കുക, സകല ലോകങ്ങളെയും രക്ഷിക്കുക. ഇതിനപ്പുറത്ത് ആർക്കും ഒന്നും പറയാനില്ല. ഞാൻ അതിനെ ബേസ് ചെയ്താ ഇന്നിപ്പോ ഇവിടെ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഒരു പക്ഷേ നമ്മുടെ സൈറ്റിലൊക്കെ വന്നാൽ ചിലപ്പോൾ എന്റെ നേരെ ഇവരുടെ ചുറ്റിക നീള
എനിക്കൊരു പുല്ലുമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബോധമണ്ഡലം എന്ന് പറയുന്നത് ഇവരുടെ ലെവലിലല്ല, അത് പ്രകൃതിയുടെയാണ്. അതുകൊണ്ട് എനിക്ക് യാതൊന്നുമില്ല. ഞാനിത് പറയുകയും ചെയ്യും. എനിക്ക് ആരുടെ ഔദാര്യവും വേണ്ട, ആരുടെയും ചിരിയോ ഇതൊന്നും നമുക്ക് ആവശ്യവുമില്ല. പ്രകൃതിയും ഞാനുമായിട്ടുള്ള ബന്ധം അത് വെച്ചുകൊണ്ട് എനിക്കിത് പറഞ്ഞേ ഒക്കൂ. നമുക്കിത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഈ ചിന്തയെ വ്യാപിപ്പിക്കാൻ പറ്റും? ചിന്തയെ വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ തലമുറയുടെ ബോധമണ്ഡലത്തെ ഇവർ മൂടി വെച്ചിരിക്കുകയാണ് ഈ തെറ്റായ വിദ്യാഭ്യാസ നയം കൊണ്ട്. അതുകൊണ്ടല്ലേ തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധാരണ മനുഷ്യർ അല്ലെ ജീവികൾ എന്ന നിലയ്ക്ക് പരസ്പരം സഹായിക്കുക എന്ന അടിസ്ഥാന ഗുണം പോലും ഇവരും കാണുന്നില്ല. ഇതെവിടെ പോയി? ഇത് ഈ വിദ്യാഭ്യാസം കൊണ്ട് വരുന്നതല്ലേ. മുൻപതല്ല, ഇതെല്ലാം പഠിപ്പിക്കുമായിരുന്നു ചെറിയ ക്ലാസ് മുതലേ. ബന്ധങ്ങളും അതും ഇതെല്ലാം പരിസരത്തെ പറ്റിയെല്ലാം കൃത്യമായ അറിവുകൾ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു തവള എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കരഞ്ഞാൽ അതിന്റെ ആ ശബ്ദം മാനസികമായിട്ട് നമ്മളെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു, അതുണ്ടാക്കുന്ന ഫലമുണ്ട്. അതുപോലെ നമ്മുടെ ശബ്ദം അങ്ങോട്ട് ഒരു കാക്ക കരഞ്ഞാൽ ഇങ്ങനെയുള്ള പരിസരത്തെ പറ്റിയുള്ള അങ്ങനെ ഈ വലക്കണ്ണ് പോലെ പ്രകൃതി ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് വേറെ ഒരു കമ്പ്യൂട്ടർ, അതിന് ജീവനില്ല, മാനസിക ഭാവവും ഇല്ല, വെറും ഒരു ഉപകരണം. അതിൽ നിന്നും വിദ്യ നേടിയാൽ എന്ത് നേടും? പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ മേടിക്കാന്നല്ല, ജീവിതത്തിൽ ഒരിക്കലും അത് പ്രകടമാവുകയില്ല. ആ ആളിൽ നിന്നൊരു നന്മ ഉണ്ടാകത്തുമില്ല. മറ്റേതല്ല, നേരിട്ട് അധ്യാപകർ അല്ല അതുപോലുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകരുടെ മനഃശക്തി അതിലേക്ക് ചെല്ലുന്നു, പഠിക്കുന്നയാളിൽ എന്തെങ്കിലും കുറവുകളുണ്ടാവും, അന്നേരം പരിഹരിക്കപ്പെടുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഒരു അടിസ്ഥാനമില്ലാത്ത വിദ്യാഭ്യാസമാണ് ഇവിടെ ഒന്നിനും. അത് ഈ പ്രശ്നം ഇതാ, ഇപ്പം എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് ശ്രമിക്കുമ്പം ഭൂരിപക്ഷത്തെ ദോഷമായിട്ട് ബാധിക്കുകയായിരിക്കും. അപ്പൊ അവര് പ്രശ്നം ഉണ്ടാക്കും. ഉടനെ എന്ത് ചെയ്യും? മറ്റൊരു മാറ്റത്തിന് തയ്യാറാകുമ്പോൾ ന്യൂനപക്ഷത്തെ ബാധിക്കും. എന്നാൽ ഇതിനെ രണ്ടിനെയും കൂടെ മനുഷ്യ സമൂഹം എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് അതിനൊരു പ്രവർത്തനം ഉണ്ടാകണമെങ്കിൽ ഭരണഘടന അതുപോലുള്ളതായിരിക്കണം. ഇതത് സംഭവിക്കുന്നില്ലല്ലോ. സകല പ്രാണികളെയും സന്തോഷിപ്പിക്കുക എന്നതിന് പകരം കണ്ടോ, വിഭാഗീയമായി പ്രാണികളെ സന്തോഷിപ്പിക്കാൻ ന്യൂനപക്ഷ പ്രീണനം. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ നിന്നും വരേണ്ട കാര്യങ്ങളല്ല ഇതല്ലാതെ. ഭൗതികമാകാം, തനി ഭൗതികമാകാം. അംബേദ്കറും കൂട്ടുകാരും എല്ലാം അങ്ങനെയുള്ളവർ തന്നെയായിരുന്നു. ABCD പറഞ്ഞു നടന്നവരല്ലേ, അവർക്കതേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ എങ്കിലും ഇവിടെ എന്തായിരുന്നു എന്നൊന്ന് പഠിക്കാമായിരുന്നു, അത് ചെയ്തിട്ടില്ല. ഇനി ഒരു 50 വർഷം കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ എന്ത് പ്രശ്നങ്ങളാകും? ഈ ഒരു രാജ്യം എത്ര രാജ്യങ്ങളാകും? ഇതിനൊന്നും ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അടിസ്ഥാന നിയമം ഇവിടെ ഇല്ല. ഇതൊക്കെ പ്രകൃതിയുടെയാണ്. അതേ ട്യൂൺ ചെയ്യുന്നവർ വേണം ഇത് കണ്ടെത്തി കൊണ്ടുവരാനായിട്ട്. അല്ലെ എനിക്ക് മാത്രം ഇതിലാ പോകാം, നിനക്ക് പറ്റുകയില്ല. അതെന്താ അങ്ങനെ? എനിക്കിതിലെ പോകാമെങ്കിൽ അവനും പോകാമല്ലോ. ഈ രണ്ട് കാഴ്ചപ്പാട് വരുന്നില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്കിതിലെ പോകാം, ഇത്ര വർഷത്തേക്ക് ഞാനിത് സ്റ്റേ ചെയ്യിക്കുക. ഉടനെ കോടതി സ്റ്റേ കൊടുത്തു. ഇതൊന്നും ഒരു ഭരണഘടനയുടെ കീഴിൽ വരേണ്ട കാര്യങ്ങൾ. നമ്മളിനി എന്താ ചെയ്യേണ്ടത്? നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, മാറിക്കോളൂ. പിന്നെ അത് പ്രകൃതി മാറ്റിക്കോളൂ. ഇനി ഇതല്ല ഇപ്പൊ ഈ നിയമസഭയിലെ ഇതുവരെയല്ലേ നമ്മൾ കണ്ടുള്ളൂ. ഇതല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് കാണാൻ പോവാ. ഇതിന്റെ അപ്പുറത്തേക്ക് കാണാൻ പോകുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് രംഗത്ത് വരും. അപ്പം പണ്ട് കുമാരനാശൻ പറഞ്ഞ പോലെ മാറിയില്ലെങ്കിൽ മാറ്റും, ആ രീതിയിലുള്ള ഒരു സംശയമില്ല. ഭരണഘടന ശരിയായിട്ടുണ്ടാകും, തിരുത്തേണ്ടത് തിരുത്തേണ്ടി വരും. റെഡി. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളുണ്ടല്ലോ, നമ്മളൊക്കെ രാജ്യസ്നേഹികളാണ്. സ്നേഹം തന്നെയാ ബിനോയ്. അത് അതിനകത്ത് ഇടയ്ക്ക് പല ഉദ്ദേശങ്ങളിലൂടെ വരുന്നെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും ഉണ്ട് രാജ്യസ്നേഹം. നമ്മളെല്ലാവരോടും ചോദിച്ചു കഴിയുമ്പോൾ അവരെല്ലാം പറയുന്നതാണ് ഞങ്ങളുടെ രാജ്യസ്നേഹം കൊണ്ട്. പക്ഷെ രാജ്യസ്നേഹം എന്താണെന്ന്, സ്നേഹം എന്ന് പറയുന്നത് വ്യക്തി ആദ്യം തിരിച്ചറിയണം, എങ്കിലും രാജ്യത്തോടും മറ്റുള്ള ജീവികളോടും തോന്നും.
അങ്ങനെയൊന്നും കഴിയാതെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇതിനകത്തെ വേറൊരു കാര്യം, ഇപ്പം ഭാരതം ലോകത്തിന് നൽകിയ ഭരണഘടന എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശാസ്ത്രങ്ങൾക്ക് പരിധിയില്ല. ഇതുവരെ ഉണ്ടായതിനെ എല്ലാം പ്രകാശിപ്പിക്കണം, ഇനി ഉണ്ടാകുന്നതിനെയും പ്രകാശിപ്പിക്കണം. അത് ഭാരതത്തിലേതായാലും വിദേശങ്ങളിലെ ആയാലും എവിടുത്തെ ആയാലും ഇതെല്ലാം ചെയ്യുക എന്നുള്ള മനുഷ്യധർമ്മമാണ്. അതിനകത്ത് വകതിരിക്കരുത്. ഇത് അവരുടെ, ഇത് മറ്റവരുടെ, ഇങ്ങനെയൊന്നും വകതിരിക്കരുത്. അപ്പൊ രാജ്യം ഏതെല്ലാം രീതി അല്ല ലോകം വികസിച്ചാലും ഈ പറഞ്ഞതിന്റെ താഴെ നിൽക്കത്തുള്ളൂ, അല്ല ഇതിന്റെ ഉള്ളിലേ നിൽക്കും. ഇതിനെ മറികടന്ന് പോകാനായിട്ട് ആർക്കൊന്നും പറയാനില്ല. അതുപോലെ സകല പ്രാണികളെയും സന്തോഷിപ്പിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു എലിക്ക് പോലും മാളത്തിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല, കാരണം അതിനെല്ലാം പിടിച്ച് തിന്നുക. പട്ടി, പൂച്ച, പാമ്പ് എല്ലാത്തിനും പിടിച്ച് തിന്നുകയല്ലേ. ഗോവധ നിരോധനം ഏർപ്പാടാക്കാൻ പോവുകയാണെന്ന്. ഗോവധ നിരോധനം മാത്രമല്ലല്ലോ വേണ്ടത്, പ്രാണികളുടെ എല്ലാം നിരോധനം നടപ്പിലാക്കണം. പ്രാണികളുടെ വലിപ്പത്തിലല്ല, ജീവനാണല്ല. പ്രാണികളെ കൊല്ലുന്ന ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം അത് ജീവലോകത്തിന്റെ, മനുഷ്യന്റെ എല്ലാം നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. ഈ പ്രാണികളില്ലാതെ മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുകയില്ല. മനുഷ്യൻ ബാലൻസ് ചെയ്യുന്നത്, ആ പ്രാണികൾ ബാലൻസ് ചെയ്യുന്നതെല്ലാം പരസ്പരം മനുഷ്യരും ആ ജീവികളുമായിട്ടുള്ള ബന്ധമൊക്കെയാണ്. ഇപ്പൊ കണ്ടോ നമ്മൾ ഈ ചുറ്റുപാടും പക്ഷികളൊക്കെ കരയുക ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഈ കൃഷിയെ എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ഈ പ്രാണികളും സ്വാധീനിക്കുന്നുണ്ട്. കാർഷിക രംഗമൊക്കെ ഏറെ മുരടിച്ചു പോയിട്ടാണ് നമ്മുടെ രാജ്യത്ത്. എന്താന്ന് വെച്ചാൽ എപ്പോഴേലും കൃഷി ചെയ്യണമെന്നുള്ള തോന്നല ഇപ്പോഴേ. മറ്റേതല്ല, കൃഷിക്കൊരു അനുയോജ്യമായ സമയമുണ്ട്. ആ സമയം ഇന്നതാണ് എന്ന് പ്രകൃതിയിൽ നിന്ന് ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നതല്ല, പ്രകൃതിയിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന അനുഭവമാണ്. അത് അതീത ശാസ്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ. നിലവിലുള്ള ശാസ്ത്രങ്ങൾക്ക് അതീതമായ ശാസ്ത്രം. ഇപ്പൊ നമ്മൾ പറയുന്നത് സൂര്യൻ എവിടെ ഉദിക്കുന്നോ അത് കിഴക്ക് എന്ന് പറഞ്ഞതുപോലെ. അതെ അതെ, ഒരു സ്ഥലം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് അവിടെ മാത്രമേ സൂര്യൻ ഉദിക്കൂ എന്ന് പറയാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ മാറി മാറി വരുന്ന ചില കാര്യങ്ങളുണ്ട്, പക്ഷെ അതിന്റെ അടിസ്ഥാനം ഒന്നായിരിക്കും. ഇതെല്ലാം തിരിച്ചറിയുകയും വേണം. അല്ലാതെ ഒന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയാനും പാടില്ല. ഇന്ന് നമ്മുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം വിഷമയമായിട്ടാണ് വരുന്നത്. അതായത് മത്സ്യം, മാംസം ഉൾപ്പെടെ പച്ചക്കറികൾ തന്നെയാണ് ഒരുപാട് രാസ വളങ്ങളൊക്കെ ചേർത്ത് അല്ലെ കീടനാശിനികൾ തളിച്ച് ഒക്കെയാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുന്നത്. പക്ഷെ ഇതൊക്കെ കഴിക്കുന്ന മനുഷ്യന്റെ ആരോഗ്യം തീർത്തും. അതിന് വേറൊരു കാര്യം, ഇപ്പൊ കൃഷി വകുപ്പ് ഇത് ഗവൺമെന്റുകളാണ് പറയുന്നത്, ഈ പ്രാവശ്യം ഇത്ര ടൺ നെല്ല് വേണം, ഇത്ര ടൺ ഗോതമ്പ് വേണം എന്നല്ല ഇവരങ്ങ് പറയുക. അത് എന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഉപയോഗിക്കുന്നതാണ് മനുഷ്യന്റെ ആരോഗ്യത്തെയും ജീവിതത്തെയും ബാധിക്കാത്ത രീതിയിൽ അവന് ഗുണകരമായി തീരുന്ന വിധത്തിൽ ഉൽപാദനം ഉണ്ടാകണം എന്ന് പറയുന്നില്ല. ഇത്ര ടൺ വേണമെന്ന അതിന് കീടനാശിനികൾ പ്രയോഗിച്ചാണ് അത്രയും ടൺ ഉണ്ടാകുന്നത്, അത്രയും ഉണ്ടാക്കി വെക്കുക. ഇത് കഴിക്കുന്ന ആരാ? മനുഷ്യൻ തന്നെ. അപ്പം സ്നേഹം അറിഞ്ഞിട്ടുള്ളവനാണോ ഇങ്ങനെ ചെയ്യുന്നത്? സ്നേഹം അറിയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അത് പറയത്തില്ല. ഇടയ്ക്ക് ഒരു സംഭവം വന്നായിരുന്നു, B2 വഴുതനങ്ങാന്നും പറഞ്ഞു, കൃത്രിമ ബീജസങ്കലനം വഴി. അത് പക്ഷെ ഭയങ്കര ഡേഞ്ചർ ആണെന്നാണ് ഒരു ശാസ്ത്രം കണ്ടുപിടിച്ചത്. അതിന്റെ നിറം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. വയലറ്റ് നിറം. അതുപോലെ എത്ര ഉൽപ്പന്നം ഇപ്പോഴും അത് രംഗത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ആളുകൾ. അല്ല, ഇത് എന്തുകൊണ്ടാണെന്നറിയാം, മാർക്കറ്റിൽ കൊണ്ടുവരാൻ. അതാ അവിടെയും വരുന്നു ഭരണഘടനയിലേക്ക്. ഇവിടെ ഇതെല്ലാം നടപ്പിലാകുമെന്ന് മറ്റുള്ളവർക്ക് അറിയാം. അവിടെയും ഭരണഘടനയെ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റുകയില്ല. അതുപോലെ വിദേശത്തു നിന്നൊക്കെ എന്തുമാത്രം ഭക്ഷ്യസാധനങ്ങൾ ഇവിടെ വരുന്നു, അവിടെ അവർ ഉപയോഗിക്കാനാത്ത. പക്ഷെ ഇവിടെ ഇതാകാമെന്ന് അവർക്കറിയാം. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വിദേശത്ത് ഇതൊന്നും അടുപ്പിക്കത്തില്ല. ഇല്ല. പക്ഷെ ഇന്ത്യയിലേക്ക് ഇതെല്ലാം കയറ്റി വിടുകയും. കാര്യം എന്നാന്ന് വെച്ചാൽ അവരുടെ ഭരണഘടന അങ്ങനെയാണ്, അത് നടപ്പിലാക്കുന്നത്, അത് വ്യവസ്ഥ ചെയ്യുന്ന നിയമങ്ങളും ഒക്കെ അവിടെ പാലിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അവിടെ ഈ പറയുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒക്കെ. ഒരു ഭാഗത്തെ മാത്രം സൂചിപ്പിക്കാനേ പറ്റത്തുള്ളൂ ഇതൊക്കെ. അവിടെ അതല്ല. എന്തായാലും ഭരണഘടന അത് പ്രശ്നം തന്നെയാണ്.
അപ്പൊ ഭരണഘടന മാറിയാലേ നമുക്ക് ഭരണഘടന പൊതുവായ ഒരു മാറ്റം മാറിയാലേ എല്ലാ രംഗത്തും മാറ്റം ഉണ്ടാവും. മാറിയാലേ എന്നല്ല, മാറും.